ഹായ് സ്റ്റുഡൻസ്. അപ്പൊ കീ മാർക്ക് അപ്ലോഡിങ്ങിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് മാർക്ക് അപ്ലോഡിങ് എങ്ങനെയാണ് എന്നുള്ള സ്റ്റെപ്സ് മാത്രം വിവരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോനെ കൺസിഡർ ചെയ്താൽ മതി. ഞാൻ പ്രീവിയസ്ലി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിമിലർ സ്റ്റെപ്സ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ബാക്കി ഡൗട്ട്സുകളൊക്കെ മറ്റേ വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നാറ്റ സ്കോർ പ്രിപ്പയർ ചെയ്യണത്, നാറ്റ സ്കോർ അല്ല, നാറ്റയുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നാറ്റ സ്കോറും +1 +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ മാർക്ക് ലിസ്റ്റിന്റെ ഒരു കമ്പൈൻഡ് വെയിറ്റേജ് കൂട്ടിയിട്ടാണ്. അപ്പോ വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടിയത് നഷ്ടപ്പെടുന്നത് വളരെ വളരെ ക്ലിയർ ആയി തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ബ്രോഷറിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ പാലിക്കണം എന്നും അവരോട് പറയുന്നുണ്ട് നാറ്റയുടെ ക്വാളിഫിക്കേഷൻ മാർക്കുമായി ബന്ധപ്പെട്ടിട്ട്. ഇനിയിപ്പോ മാർക്സ് ഓഫ് ഓൾ സബ്ജക്ട് ഷോൺ ഇൻ ദ മാർക്ക് ലിസ്റ്റ് ആർ പ്രൊവൈഡഡ് ആൻഡ് പ്രൂഫ് ഓഫ് ദ സെയിം ഇൻ PDF ഫോർമാറ്റ് മസ്റ്റ് ബി അപ്ലോഡഡ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ CBSE സ്റ്റുഡൻസിന് +2 മാർക്ക് ലിസ്റ്റ് സ്റ്റേറ്റ്സ് കേരള ഹയർ സെക്കൻഡറി VHSE ബോർഡുകൾക്ക് +1 +2 കമ്പൈൻഡ് ഇങ്ങനെയൊക്കെയാണ് അവർ സ്പെഷ്യലി പറയുന്നുണ്ട്. ICSEയുടെ കാര്യം പറഞ്ഞിട്ടില്ല, എങ്കിൽ പോലും അത് +2 തന്നെയാണ് കമ്പൈൻഡ് മാർക്ക് ലിസ്റ്റ് ആയിട്ട് അവർ എടുക്കുന്നത്. ഓക്കെ, നാറ്റയുടെ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഹയസ്റ്റ് ആയിട്ടുള്ള നാറ്റ സ്കോർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് അനുസരിച്ചിട്ട് നമുക്കതിൻ്റെ മാർക്സ് അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. പ്രൊഫൈലിൽ കയറിയതിന് ശേഷം മെമ്മോ ഡീറ്റെയിൽസ് വായിച്ച് മാർക്ക് സബ്മിഷൻ എന്നുള്ള ഈ ഒരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാറ്റയുടെ അപ്ലിക്കേഷൻ നമ്പർ, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക്, അതുപോലെ തന്നെ +1 +2 ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റോൾ നമ്പർ മുതലായ കാര്യങ്ങൾ എടുക്കണം. വൺസ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് എൻ്റർ ചെയ്യുന്ന ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ബയോളജി ആണെങ്കിൽ ബയോളജി, സ്റ്റേറ്റ്, CBSE, ICSE അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് ഏതാണെങ്കിലും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് 1200 മാർക്ക് ഷീറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ആണ് മാർക്ക് ഷീറ്റിന്റെ ഒക്കെ അപ്ലോഡിങ് വരുന്നത്. +1 +2 നാറ്റ സ്കോർ കാർഡൊക്കെ സെപ്പറേറ്റ് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഡിപ്ലോമക്കാർക്കും മറ്റും 1-ൽ കൂടുതൽ മാർക്ക് ഷീറ്റ് ഉള്ളവർക്കാണെങ്കിൽ എല്ലാ മാർക്ക് ഷീറ്റും കൂടി കമ്പൈൻ ചെയ്ത് സിംഗിൾ PDF ആക്കിയിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് പ്രൊഫോമയിൽ കാണാൻ പറ്റും. സബ്മിഷന് ശേഷമാണ് പ്രൊഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുക. വെരിഫൈ ചെയ്തതിന് ശേഷം വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കീം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, കീം ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഡാറ്റയുടെ ബേസിലാണ്. വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ അഡ്മിഷൻ മിസ്സാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡേറ്റ് ചേഞ്ചോ മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിന്റെ എല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആർക്കിടെക്ചർ അഡ്മിഷൻ, ഡിസൈൻ അഡ്മിഷൻ ഇതെല്ലാം നോക്കുന്ന കുട്ടികൾക്ക് ഇഗ്നൈറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഭാവിയിൽ ഒരു ആർക്കിടെക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മടിച്ചു നിൽക്കാതെ ഇഗ്നൈറ്റിലേക്ക് വരൂ. IIT അലുമിനി അഭിലാഷ് സാറിന്റെ നേതൃത്വത്തിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നായ ഇഗ്നൈറ്റിലൂടെ നിരവധി വിദ്യാർത്ഥികൾ ബെസ്റ്റ് കോളേജസിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഒരു ബാച്ചിൽ കേവലം 25 വിദ്യാർത്ഥികൾ മാത്രമുള്ള ഇഗ്നൈറ്റ് നാറ്റ പരീക്ഷകളിൽ മികവുറ്റ ഫലം ഉറപ്പാക്കുന്നു. ആഴ്ചയിൽ ഒരു തവണ മോണിറ്ററിംഗ്, വ്യക്തിഗത മെന്റർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ നിങ്ങളൊരു റിപ്പീറ്റർ അല്ലെങ്കിൽ സൺഡേ ബാച്ചസ് ആവശ്യമുള്ളവർക്കും ഇഗ്നൈറ്റ് ഹെൽപ്ഫുൾ ആണ്. ഡോണ്ട് വെയിറ്റ്, ഇന്ന് തന്നെ ഇഗ്നൈറ്റിനെ കോൺടാക്ട് ചെയ്യൂ ഫോർ മോർ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവട്ടെ.